ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തം ഒരു സാലിഹായ അമലായി സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ്റെ നന്മ, നന്ദികേട്, ദൈവനിഷേധം എന്നീ വിഷയങ്ങളെ തരംതിരിക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ ഇബാദത്ത് അത് നമസ്കാരമാണ്. ആ പദത്തിനൊരു പ്രശ്നമുണ്ട്. മലയാളത്തിൽ നിസ്കാരമെന്നാണോ നമസ്കാരമെന്നാണോ എന്നൊരു ചർച്ച മുമ്പ് കാലത്ത് നടന്നിരുന്നു. നിസ്കാരമെന്നാകുമ്പോൾ ഏറെക്കുറെ ഒരു മുസ്ലിം ഭാഷ അതിൽ വരുമെന്നും നമസ്കാരമാണെങ്കിൽ അത്രത്തോളം സൂക്ഷ്മമല്ല എന്ന് പറയുന്ന ഒരു ചർച്ചയും നമുക്ക് മലയാള പദത്തിൽ കാണാം. അത് ഞാൻ പരാമർശിച്ചെന്നേ ഉള്ളൂ. കാരണം അങ്ങനൊരു ചർച്ച മുസ്ലിം ലോകത്ത്, മലയാള മുസ്ലിം ലോകത്ത് അങ്ങനൊന്ന് ചർച്ച നടന്നിട്ടുണ്ട്. പക്ഷെ അറബിയിൽ സ്വലാത്ത് എന്നാണ്. അതിന് വിവിധ അർത്ഥങ്ങളാണുള്ളത്. പ്രാർത്ഥന എന്നുള്ള അർത്ഥമുണ്ട്, ആശീർവാദം എന്നുള്ള അർത്ഥമുണ്ട്. അങ്ങനെ നമസ്കാരമെന്നും നിസ്കാരമെന്നും നമ്മൾ വിളിക്കുന്ന ആ ആരാധനാരൂപത്തിനും സ്വലാത്ത് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയും മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറയുന്നൊരായത്തുണ്ട്. അതുകൊണ്ട് നിങ്ങളും റസൂലിന് വേണ്ടി സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞുകൊണ്ട് ആ ആയത്ത് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവും അവൻ്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുക എന്ന് വെച്ചാൽ അള്ളാഹുവും മലക്കുകളും ഒന്നുകിൽ അള്ളാഹു ആശീർവദിക്കുന്നു, മലക്കുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ആശീർവദിക്കുന്നു എന്നർത്ഥം പറയാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവരാവണം എന്ന് പറയുന്ന ആശയവും ആ പദത്തിൽ തന്നെ ഉണ്ട്. ഈ രീതിയിലൊക്കെയാണ് നമസ്കാരം അല്ലെങ്കിൽ നിസ്കാരം എന്നുള്ള പദപ്രയോഗം പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ പൊതുവായ ഗുണമായി, അല്ലെങ്കിൽ ഈമാനും കുഫറും തമ്മിൽ വേർതിരിക്കുന്ന പ്രധാന ഇബാദത്തായി പരിചയപ്പെടുത്തിയതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതാണ് എന്നൊരു ധാരണ അത് തെറ്റാണ്. കാരണം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ വക്കാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത്, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും അതേപോലെ മുൻകാല പ്രവാചകന്മാരുമെല്ലാം അവരവരുടെ സമൂഹത്തെ നമസ്കരിക്കാനും അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കുവാനും കൽപ്പിച്ചിരുന്നു എന്ന് പറയുന്ന ആയത്തുകൾ കാണാം. അതുപോലെ സൂറ അൽ ബയ്യിനയിലും നമസ്കാരത്തെയും ഇഖാമത്ത് സ്വലാത്തിനെയും ഈതാഉ സക്കാത്തിനെയും പരാമർശിച്ചുകൊണ്ട് മുൻകാല പ്രവാചകന്മാരുടെ ശീലങ്ങളെയും പരിചയപ്പെടുത്തുന്നത് കാണാം. സൂറ ബയ്യിനയിലും അതുമായി ബന്ധപ്പെട്ട പരാമർശമുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പുതിയൊരു ഇബാദത്ത് എന്ന കൺസെപ്റ്റ് തെറ്റാണ്. കാരണം സാധാരണ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുമ്പോൾ സെക്യുലർ സ്റ്റഡികളിൽ ഇസ്ലാമിൻ്റെ ഒരു പ്രധാന ആചാരനിഷ്ഠ എന്ന രീതിയിൽ പറയുന്നത് നമസ്കാരമാണ്. പക്ഷെ ഖുർആൻ്റെ ഭാഷയിൽ അത് മുൻകാല പ്രവാചകന്മാരും കൂടി പഠിപ്പിച്ച ആരാധന കർമ്മമാണ് എന്ന രീതിയിലാണ് ഖുർആൻ അതിനെ പരിചയപ്പെടുത്തുന്നത്. കാരണം കഅബയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാനുള്ള ഒരു ഗേഹം എന്ന നിലയിലാണ് കഅബയെ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായി ആ കഅബയെക്കുറിച്ചുള്ള ചരിത്ര പഠനം മുസ്ലിങ്ങൾ പറയുന്നത് ആദം നബി പണിഞ്ഞതാണെന്നോ അല്ലെങ്കിൽ ഇബ്രാഹിം നബി അത് പുതുക്കി പണിതാണെന്നും ഒക്കെയുള്ള ചരിത്ര വായനകളുണ്ട്. എന്താണെങ്കിലും ആ കഅബ പണിയുമ്പോൾ അത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാനായിരുന്നു. അതിൻ്റെ ഇബാദത്തിൻ്റെ എല്ലാ പ്രവാചകന്മാരും സ്വീകരിച്ചിരുന്ന രൂപം നമസ്കാരമായിരുന്നു. അതിനൊരുപക്ഷെ കാലഘട്ടങ്ങളനുസരിച്ച് പ്രവാചകന്മാരനുസരിച്ച് അതിൻ്റെ രീതികൾക്ക് വ്യത്യാസമുണ്ടാവാം. എന്തായാലും നമസ്കാരം എല്ലാവരോടും ഒരുപോലെ കൽപ്പിച്ച കാര്യമായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ആരാധനാ രീതിയാണ് എന്ന് പറയുന്നത് തെറ്റായ നിലപാടായിട്ടാണ് ഖുർആൻ നമ്മളെ ബോധിപ്പിക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് ആദ്യം തന്നെ ഉണ്ടാവണം. നമസ്കാരത്തെക്കുറിച്ചുള്ള ഇങ്ങനൊരു ധാരണ നമുക്ക് ഉണ്ടാവണം. അതുമാത്രമല്ല, ഇസ്ലാമിൽ നമസ്കാരം എന്നത് ഒരേപോലെ തന്നെ വ്യക്തിത്വ സംസ്കരണത്തിനും ഒരു മനുഷ്യൻ്റെ വ്യക്തിഗത, സാമൂഹിക, സാംസ്കാരികമായ എല്ലാ തര ഇടപാടുകളിലും ഒരുപോലെ സ്വാധീനം ചെലുത്തുന്ന ഒരു ആരാധനാ കർമ്മം എന്ന നിലയിലും കൂടിയിട്ടാണ് നമസ്കാരത്തെ പരിചയപ്പെടുത്തുന്നത്. 2 വഖ്തുകൾക്കിടയിലുള്ള നമസ്കാരം
രണ്ട് നമസ്കാരം അതിൻ്റെ ഇടയിലുള്ള പാപങ്ങൾ പുറത്തു തരുമെന്ന് പറയുന്നത് കാണാം. 2 ജുമ്മകളെ കുറിച്ച് പറയുമ്പോഴും 2 ജുമ്മ നമസ്കരിക്കുന്നവർ അതിൻ്റെ ഇടയിൽ പാപങ്ങൾ പുറത്തു തരുന്നു. എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്? ഒരേ സമയം തന്നെ ഓരോ നമസ്കാരവും ഒരു മനുഷ്യൻ്റെ അടുത്ത നമസ്കാരത്തിലേക്കുള്ള ഒരു കരുതിവെപ്പാണ്. തിന്മയെ മാറ്റുവാൻ, നന്മ കൂടുതൽ ചെയ്യുവാനുള്ള പ്രേരണയാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ നമസ്കാരത്തെ വിശദീകരിക്കുന്ന ഭാഗങ്ങളിലും മക്കൻ മദീനൻ സൂറത്തുകളിൽ വിശദമായി തന്നെ പറയുന്നതാണ്. മക്കൻ സൂറത്തുകളിൽ നമസ്കാരത്തെക്കുറിച്ച് ധാരാളം പറയുന്നുണ്ട്. മദീനൻ സൂറത്തുകളിൽ എത്തുമ്പോൾ നിയമങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് കാണാം. കാരണം നമസ്കാരം ഫർളായി മാറുന്നത് മദീനയിലാണ്. എന്നാൽ മക്കയിലും ഒരു വിശ്വാസിയുടെ പ്രധാന കർത്തവ്യം എന്ന നിലയിൽ നമസ്കാരങ്ങൾ പറയുന്ന കാണാം. സൂറ അൻകബൂത്തിലാണ് അതുമായി ബന്ധപ്പെട്ട വർത്തമാനം പറയുന്നത്. അഖിമുസ് സ്വലാത്ത് ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അത് സൂറ അൻകബൂത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സൂറ അൻകബൂത്ത് അത് മക്കി സൂറത്താണ്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? നമസ്കരിക്കണം. അത് നിങ്ങളെ ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, വൃത്തികേടുകളിൽ നിന്നും, നമ്മുടെ സദാചാരപരമായ പ്രശ്നങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ മുൻകർ, ഒരു മനുഷ്യൻ സാധാരണ വെറുക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെയും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്ന് തടയുന്നതും കൂടാണ് നമസ്കാരം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അൻകബൂത്തിൽ പറയുന്നത് മക്കി സൂറത്താണ്. അപ്പോൾ നമസ്കാരം ഒരാളെ എങ്ങനെ നന്നാക്കണം എന്ന് നമുക്ക് ഖുർആൻ വിശദീകരിച്ച് പറയുന്നത് കാണാം. നമസ്കരിക്കുന്നതിലൂടെ സ്വാഭാവികമായും നമസ്കരിക്കുന്നതിലൂടെ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് വ്യക്തിപരമായ സംസ്കരണമാണ്. ഒരാൾ എങ്ങനെയാണ് സ്വയം സംസ്കരിക്കേണ്ടത്, ഒരാളുടെ തർബിയത്തിൻ്റെ ഭാഗമായി നമസ്കാരം എങ്ങനെയാണ് മാറേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കുഫറിൻ്റെയും ഈമാൻ്റെയും ഒരു സിൽവർ ലൈൻ എന്ന രീതിയിലാണ് നമസ്കാരത്തെ പരിചയപ്പെടുത്തുന്നത്. നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ കുഫറിലേക്കുള്ള യാത്രയിലാണ് എന്ന രീതിയിൽ ഹദീസുകൾ നമുക്ക് കാണാം. അത് കാരണം നമസ്കാരം ശുക്റാണ്. പരിശുദ്ധ ഖുർആൻ നമസ്കാരത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്തൊക്കെയും ഇഖാമുസ് സ്വലാത്ത് എന്ന് പറയുന്ന ഒരു പദപ്രയോഗമാണ് അധികവും നടത്തുന്നത്. അവർ നമസ്കരിക്കുന്നവരാണ് എന്ന് പറയുന്ന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖാമത്തു സ്വലാത്ത് എന്ന് ചേർത്ത് പറയുന്നതാണ്. നമസ്കാരം നിലനിർത്തുക അല്ലെങ്കിൽ ഉണ്ടാക്കുക, ഉള്ളയിടത്ത് നിലനിർത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ ഒരു തരത്തിലുള്ള കൽപ്പനാരൂപവും കൂടെ ഉണ്ട്. സ്വയം നിലനിർത്തുകയും അത് അതിൻ്റെ കൂടെ അതിനുള്ള പണിയെടുക്കലും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ കൂടെ ചേർത്ത് പറയുന്നുണ്ട്. ഇല്ലാത്തിടത്ത് ഉണ്ടാക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ അങ്ങനെ, സമൂഹത്തിലാണെങ്കിലും അങ്ങനെ. ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകളിലൂടെ വിശ്വാസികളെ ഒരു സൽക്കർമ്മത്തിന് പ്രേരിപ്പിക്കുകയാണ്. കാരണം നമസ്കാരം എന്നത് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റിൽ വെറും ഒരു ആരാധന, റിച്വൽ മാത്രമല്ല. ഒരാൾ നിസ്കരിക്കുന്നവനാവുന്നതോടുകൂടി ആ സമൂഹത്തിലെ ഏറ്റവും നല്ലവനായി മാറുന്നു എന്നാണ് അർത്ഥം. ഒരാൾ നിസ്കരിക്കുന്നവനാവുന്നതോടുകൂടി അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവനാണെന്നാണ് അർത്ഥം. അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നു എന്നതിൻ്റെ അർത്ഥം കൂടെയുള്ള പടപ്പുകളോട്, സഹജീവികളോട് സ്നേഹമുണ്ടാവുന്നവനായി മാറുന്നു എന്നാണ് അർത്ഥം. കാരണം അള്ളാഹുവിനോട് സ്നേഹം കാണിക്കുക എന്ന് വെച്ചാൽ കൂടെയുള്ളവരോട് സ്നേഹം കാണിക്കുന്നതിലൂടെ അള്ളാഹുവിനോടുള്ള സ്നേഹം കാണിക്കുള്ളൂ. അള്ളാഹുവിനോടുള്ള കരാറുകൾ പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കൂടെയുള്ളവരുടെ സ്നേഹവും ബന്ധവും സഹവർത്തിത്വവും സഹജീവി ബോധവും നിലനിർത്തുമ്പോൾ മാത്രമേ അള്ളാഹുവിനുള്ള കരാർ പൂർത്തീകരിക്കുകയുള്ളൂ. കാരണം നമ്മൾ അൽ ജിഹാദു ഫീ സബീലില്ല അല്ലെങ്കിൽ അൽ ഇൻഫാഖു ഫീ സബീലില്ല എന്ന വിഷയത്തെക്കുറിച്ചൊക്കെ ധാരാളം പഠിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുക, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ സമയം വിനിയോഗിക്കുക, പലതരത്തിലുള്ള സാമ്പത്തിക വിതരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം പരിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ ചേർത്ത് പറയുന്ന 2 കാര്യമാണ് ഇഖാമത്തു സ്വലാത്തും ഈതാഉ സക്കാത്തും. സക്കാത്ത് നൽകുക, നമസ്കാരം നിലനിർത്തുകയും ഉണ്ടാക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്ന് രണ്ടും ചേർത്ത് പറയുന്ന കാര്യമാണ്. കാരണം ഒരാൾക്ക് നമസ്കാരം നിലനിർത്തുന്നതിലൂടെ അയാളുടെ ജീവിതത്തിൽ ഇതരരെക്കുറിച്ചുള്ള ബോധവും അനിവാര്യമായി കടന്നു വരണമെന്നാണ് എൻ്റെ അർത്ഥം. തൻ്റെ കൂടെയുള്ളവരെക്കുറിച്ചുള്ള ബോധം. അവിടെ സക്കാത്ത് എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുള്ള വെൽഫെയർ ആക്ടിവിറ്റീസുമായിട്ടാണ് അത് ബന്ധം. മറ്റുള്ളവരുടെ ക്ഷേമത്തെക്കുറിച്ച്, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടിനെക്കുറിച്ചും പ്രയാസത്തെക്കുറിച്ചും സുഖദുഃഖങ്ങളെക്കുറിച്ചും അറിയുന്നവനാവണം വിശ്വാസി എന്നാണ് ഈ ഇഖാമത്തു സ്വലാത്തും ഈതാഉ സക്കാത്തും പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ചേർത്ത് പറയാനുള്ള പ്രധാന കാരണം. കാരണം ഒരാൾ നിസ്കരിക്കുന്നവനാവുന്നതോടുകൂടി അവൻ ആരായി മാറുന്നു? സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി മാറുന്നു. തൻ്റെ കുടുംബത്തിനും തനിക്കും കുടുംബത്തിനും ബാക്കിയുള്ളവർക്കും വേണ്ടി ചിന്തിക്കുമെന്നവനായി മാറുന്നു. അതുകൊണ്ടാണ് സൂറത്തുൽ മാഊനിൽ ഫവൈലുൽ ലിൽ മുസല്ലീൻ, സൂറത്തുൽ മാഊൻ പോലും മക്കി സൂറത്താണ്.
അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിസ്കാരക്കാർക്ക് നാശം. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരായ നമസ്കാരക്കാർക്ക് നാശം. കാരണം സമയത്ത് നിസ്കരിക്കാത്തവർ. നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരാവുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമസ്കാരം ജീവിതത്തിൽ നൽകുന്ന ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ആ ഡിസിപ്ലിനെക്കുറിച്ച് ബോധമില്ലാതാവുക, തോന്നുമ്പോൾ നമസ്കരിക്കുന്നവരാവുക. അല്ലദീനവും യുറാഊൻ, നമസ്കരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നമസ്കരിക്കുന്നവരാവുക. കാരണം വൈദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല, മുനാഫിക്കുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവർ നമസ്കാരത്തിലേക്കെങ്ങാനും എഴുന്നേൽക്കുകയാണെങ്കിൽ മടിയന്മാരായിട്ടായിരിക്കും എഴുന്നേൽക്കുക. കാരണം എഴുന്നേൽക്കേണ്ടി വരുന്നല്ലോ എന്നാലോചിച്ചിട്ടായിരിക്കും അവർ എഴുന്നേൽക്കുക. ഇനി അവർ നിസ്കരിക്കുമ്പോഴോ അല്ലദീനഹും യുറാഊൻ, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമസ്കരിക്കുക. പക്ഷെ തൊട്ടടുത്ത സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫസല്ലി ലിറബ്ബിക്, ആർക്ക് വേണ്ടിയിട്ടാവണം നമസ്കരിക്കേണ്ടത്? അള്ളാഹുവിന് വേണ്ടിയിട്ടാവണം നമസ്കരിക്കേണ്ടത്. പക്ഷേ മുനാഫിക്ക് ആർക്ക് വേണ്ടിയാണ് നിസ്കരിക്കുന്നത്? അല്ലദീനും യുറാഊൻ, നാട്ടുകാരുടെ തൃപ്തി ഉദ്ദേശിച്ചു കൊണ്ടാണ് നിസ്കരിക്കുന്നത്. ഈ തരത്തിൽ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശകലനം ചെയ്യാൻ കാരണം, നമസ്കാരം അത് അള്ളാഹുവിനുള്ള ഇബാദത്താണ്. ആ ഇബാദത്ത് അത് ശുക്രിൻ്റെ അടയാളമാണ്, നന്ദിയുടെ അടയാളമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു പ്രതിഫലം എന്ന നിലയിൽ അള്ളാഹുവിനോട് തിരിച്ച് കാണിക്കലാണ് ചെയ്യുന്നത്. ഇന്ന ആതൈനാക്കൽ കൗസർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നബിയെ താങ്കൾക്ക് നാം ധാരാളം കൗസർ നൽകിയിരിക്കുന്നു, ആധിക്യമുള്ള പലതും തന്നിരിക്കുന്നു. പലതരം വിശദീകരണങ്ങൾ അതിന് പുറകിലുണ്ട്. എന്നിട്ട് ഈ അനുഗ്രഹങ്ങൾ ഉള്ളപ്പോൾ താങ്കൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഫസല്ലി ലിറബ്ബിക്, ആദ്യം ചെയ്യേണ്ടത് നിൻ്റെ റബ്ബിന് നമസ്കരിക്കുക എന്നുള്ളതാണ്. കാരണം നമസ്കാരത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്ന മറ്റ് രണ്ട് പദപ്രയോഗങ്ങളാണ്. ഒന്ന് റുക്കൂവും മറ്റൊന്ന് സുജൂദും. റുക്കൂ വസ്സുജൂ എന്ന് പറയുന്ന അല്ലാഹു സുബ്ഹാനഹു ഉപയോഗിക്കുന്നുണ്ട്. അവർ റുക്കൂ ചെയ്യുന്നവരുമാണ് വിശ്വാസികൾ, അവർ സുജൂദ് ചെയ്യുന്നവരുമാണ്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ് പ്രധാന വിഷയം. ഒരാളുടെ മുമ്പിൽ തല ഉനിക്കുകയോ തല കുമ്പിടുകയോ സാഷ്ടാംഗം പ്രണമിക്കുകയോ ചെയ്യുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരാളുടെ മുമ്പിൽ ടോട്ടലി സബ്മിറ്റ് ചെയ്യുന്നത് ഒരാൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രം ചെയ്യുന്നവരാണ് അവർ. വേറൊരാളുടെ മുമ്പിലും തല കുനിക്കാത്തവർ, വേറൊരാളുടെ മുമ്പിലും തല കുമ്പിടാത്തവർ, വേറൊരാളുടെ മുമ്പിലും ഒരു വിനീത വിധേയ സ്വഭാവം കാണിക്കാത്തവർ, അതാണ് മുഅ്മിൻ. അവരുടെ സ്വഭാവമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പരിചയപ്പെടുന്നത് ഒന്ന് റുക്കൂആണ്, രണ്ടാമത് സുജൂദാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, റുക്കൂവിൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന പ്രാർത്ഥന എന്താണ്? സുബ്ഹാന റബ്ബിൽ അലീം, ഏറ്റവും മഹാനായ അള്ളാഹുവിനെ ഞാൻ പ്രകീർത്തിക്കുന്നു എന്നാണല്ലോ അർത്ഥം. സുജൂദിൽ നമ്മൾ പറയുന്ന സുബ്ഹാന റബ്ബിയൽ അല വബിഹംദിഹി, അത്യുന്നതനായ അള്ളാഹുവിന് സ്തോത്രം എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. നമ്മളുടെ ഏറ്റവും മോശമായ സാഹചര്യത്തിൽ ഏറ്റവും അത്യുന്നതനായ അള്ളാഹുവിനെ ഓർക്കുന്നു എന്നുള്ളതാണ് സുജൂദിൻ്റെ പ്രത്യേകത. ഒരു മനുഷ്യന് എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും മോശമായ സാഹചര്യമാണ് ഒരാളുടെ മുമ്പിൽ തല കുമ്പിട്ട് ഭൂമിയിൽ മുത്തിടുക എന്ന് പറയുന്നത്, നെറ്റിമുട്ടിക്കുക എന്ന് പറയുന്നത്. അത് അള്ളാഹ് പറയുന്നത് എൻ്റെ മുമ്പിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. അത് എന്നിട്ട് നമ്മളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആ ഭാഗത്ത് ചെയ്യേണ്ട പ്രാർത്ഥനയോ സുബ്ഹാന റബ്ബിയൽ അല, നമ്മളുടെ ഏറ്റവും മോശമായ സാഹചര്യത്തിൽ ഏറ്റവും ഉന്നതനായ അള്ളാഹുവിനെ സ്മരിക്കുന്ന ദിക്റാണ് നമുക്ക് അവിടെ ചെല്ലേണ്ടത്. കാരണം അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റുക്കൂവും സുജൂദും നമസ്കാരത്തിലെ പ്രധാന മുഖമായി ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അത് ചെയ്യുന്നവരാണ് വിശ്വാസികളെന്ന് വെച്ചാൽ നമസ്കരിക്കുന്നവരാണ് എന്നാണ് എൻ്റെ അർത്ഥം. ഈ തരത്തിൽ വിശ്വാസിയെ മുസ്ലിമാക്കി മാറ്റുന്നു. കാരണം മുസ്ലിം എന്നുള്ള പദത്തിൻ്റെ അർത്ഥം തന്നെ അസ്ലമ എന്നുള്ള പദം കീഴടങ്ങി എന്നാണ് അർത്ഥം, സറണ്ടർ ചെയ്തു എന്നാണ് എൻ്റെ അർത്ഥം. സാധാരണ നമ്മൾ അതിനർത്ഥം പറയുന്നത് വിശ്വാസിയായി എന്നാണ്. എന്നാൽ അതൊരു ആശയാർത്ഥം മാത്രമാണ്. ഭാഷാർത്ഥം എന്ന് പറഞ്ഞാൽ അത് ഒരാളുടെ മുമ്പിൽ കീഴടങ്ങി എന്നാണ് അസ്ലമ എന്ന പദത്തിൻ്റെ അർത്ഥം. മുസ്ലിമോ, അള്ളാഹുവിൻ്റെ മുമ്പിൽ കീഴടങ്ങുന്നവനാണ് മുസ്ലിം എന്ന് പറയുന്നത്. ആ കീഴടങ്ങളുടെ ഏറ്റവും മൂർത്തമായ രൂപമാണ് നമസ്കാരം. ആ കീഴടങ്ങളുടെ ഏറ്റവും തീവ്രമായ ഭാവമാണ് സുജൂദ്. അതുകൊണ്ടാണ് സുജ്ജദൻ റുക്കവും സുജ്ജദൻ എന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കരിക്കുന്നവരെ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയത്. അപ്പം ഈ ഒരു തരത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തെ നമ്മളോട് ചെയ്യാൻ പറയുന്നത്. കാരണം ഞാനാണ് വലുത്, നമ്മൾ ചെറുതാണ്. വിശ്വാസി മനുഷ്യനെന്ന് പറയുന്നത് ഒന്നുമല്ല.
സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ പറയുമ്പോൾ പടച്ചോനെ നീ മാത്രമാണ് പരിശുദ്ധൻ, ഞാൻ ശുദ്ധനല്ല. നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ നിനക്ക് മാത്രമാണ് ഹംദ് ലഭിക്കേണ്ടവനല്ല ഞാൻ എന്ന് പറയുന്നൊരു ബോധം, ഞാനൊന്നുമല്ലാതാവുന്നു, അള്ളാഹു എല്ലാമായി മാറുന്നു. നമസ്കാരത്തിൽ ഉണ്ടാവേണ്ട പ്രധാന ബോധം അതായത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹംദും തസ്ബീഹും ചൊല്ലാൻ പ്രത്യേകം നമ്മളോട് കൽപ്പിച്ചത്. ഈ ഒരു ഭാവമാണ്. അതുകൊണ്ടാണ് നമസ്കരിക്കുന്നവൻ കൂടുതൽ വിനയമുള്ളവനായി മാറുന്നു, നമസ്കരിക്കുന്നവൻ കൂടുതൽ ലളിതനായി മാറുന്നു, സൗമ്യനായി മാറുന്നു, സ്നേഹമുള്ളവനായി മാറുന്നു, നമസ്കരിക്കുന്നവൻ കൂടുതൽ ആൾക്കാരോട് ഇടപഴകാൻ കഴിയുന്നവനായി മാറുന്നു. അല്ലാത്തപ്പോൾ അവൻ്റെ നമസ്കാരം അല്ലെങ്കിൽ അവളുടെ നമസ്കാരം ശരിയല്ലാതായി മാറുന്നു. അതുകൊണ്ടാണ് ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നമ്മുടെ മനസ്സിലുള്ള ഞാനെന്ന് പറയുന്ന ബോധത്തെ നമസ്കാരത്തിന് നീക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ നമസ്കാരത്തിന് കുഴപ്പമുണ്ടെന്നാണ് അർത്ഥം. എനിക്ക് പ്രിവിലേജ് ഉണ്ട്, എനിക്കൊരുപാട് വിശിഷ്ടാധികാരങ്ങളുണ്ട്, എനിക്ക് എന്തൊക്കെയോ സ്റ്റാറ്റസും പൊസിഷൻസും സമൂഹത്തിനുണ്ട് എന്ന് ഒരാൾ കരുതിക്കൊണ്ട് നമസ്കരിക്കാൻ വന്നാൽ ആ നമസ്കാരം അവന് ശരിയല്ലാതായി മാറുന്നു എന്നാണ് അർത്ഥം. കാരണം അത് മുൻകറാണ്, അത് തിന്മയാണ്, വെറുക്കപ്പെടുന്നതാണ്. എല്ലാവരാലും സ്വീകരിക്കപ്പെടുന്ന കാര്യമാവണം ഒരു വിശ്വാസി ചെയ്യേണ്ടത്. അതായത് പൊതുവായ നന്മ പ്രകടിപ്പിക്കാൻ പറ്റുന്ന, ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഒരു വിശ്വാസിക്ക് നമസ്കാരം നൽകുന്നത്. അതല്ലാത്തിടത്തോളം കാലം ആ നമസ്കാരം ബാത്തിലായി മാറുന്നു എന്ന രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. ഇതൊരു ആമുഖം എന്ന നിലയിൽ ഞാൻ പറഞ്ഞതാണ്. നമസ്കാരത്തിന് നമ്മൾ തുടങ്ങുമ്പോൾ ഒരു വിപ്ലവ വാക്യം കേട്ടുകൊണ്ടാണ് നമസ്കാരത്തെക്കുറിച്ച് ചർച്ച തന്നെ തുടങ്ങുന്നത്. കാരണം വാങ്ക് വിളിക്കുക എന്നത് ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിലേക്ക് പള്ളിയിലേക്ക് ആൾക്കാരെ ക്ഷണിച്ചു കൂട്ടുന്നു എന്നത് മാത്രമല്ല, അക്ഷരാർത്ഥത്തിൽ വാങ്കുളി എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ ഡിക്ലറേഷനാണ്, ഒരു പ്രഖ്യാപനമാണ്. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, ബാക്കി എല്ലാവരും നിസ്സാരരാണ്. നമ്മൾ ഓരോ നിമിഷവും 5 വഖത്തും നിർബന്ധമായും നമ്മൾ എന്ത് കേൾക്കുന്നു? ഷഹാദത്ത് കലിമ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന കേൾക്കുന്നു. ബാങ്ക് വിളിക്കുന്ന കേൾക്കുമ്പോൾ ചൊല്ലണമെന്നത് വാജിബാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഷഹാദത്ത് കലിമ കേൾക്കുമ്പോൾ നമ്മളും എന്തു ചെയ്യുന്നു? നമ്മളും ആവർത്തിക്കുന്നു. അതായത് ഏതോ ഒരു കാലത്തിൽ ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ വിശ്വാസിയാവുന്നു എന്നതല്ല. ഷഹാദത്ത് കലിമ നമ്മൾ നിരന്തരം ചൊല്ലേണ്ടതാണ്. ഞാൻ ഇപ്പോഴും എൻ്റെ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്നു എന്നുള്ളൊരു ബോധം ബാങ്കുവിളി നമുക്ക് നൽകേണ്ടതാണ്. അള്ളാഹു ഏകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് 5 നേരവും നമ്മൾ കേൾക്കേണ്ടവരാണ്. നമ്മൾ കേൾക്കുമ്പോൾ അതിന് മറുപടിയും പറയേണ്ടവരാണ്. അത് പറഞ്ഞ ശേഷമാണ് ഈ സത്യസാക്ഷ്യം എന്നത് സത്യമാണെന്നും, ഈ സത്യസാക്ഷ്യം എന്നത് അതാണ് വിജയമെന്നും നമ്മൾ പറയുന്നു. ഹയ്യ അലസ് സ്വലാത്ത്. അപ്പോഴാണ് പറയുന്നത് നമസ്കാരത്തിലേക്ക് വരൂ, കാരണം ഈ നമസ്കാരം നിങ്ങളെ ഹയ്യ അലൽ ഫലാഹ്, അത് വിജയത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. നമസ്കരിക്കാത്തവൻ പരാജിതനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ജയിക്കണമോ, ഈ ലോകത്തും പരലോകത്തും ജയിക്കണമോ, എന്നാൽ എന്ത് ചെയ്യണം? നമസ്കരിക്കാൻ വരണം. എന്താണ്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വിശ്വാസികൾ എന്ത് ചെയ്തു? മുഅ്മിനുകൾ വിജയിച്ചിരിക്കുന്നു. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവരവരുടെ നമസ്കാരങ്ങളിൽ ഖുശൂ, ഭയഭക്തി പുലർത്തുന്നവർ വിജയിച്ചിരിക്കുന്നു. കാരണം നമസ്കാരം നമുക്ക് ഭയവും ഭക്തിയും, നമസ്കാരം സൂക്ഷ്മതയും ജാഗ്രതയും നൽകുന്ന കാര്യമാണ്. നമസ്കാരം നമുക്ക് തഖ്വ നൽകുന്നു. നമസ്കാരം അള്ളാഹു എന്ന് പറയുന്ന പരമശക്തിയെക്കുറിച്ച് ബോധം നൽകുന്നു. ആ ബോധത്തിലൂടെ നമ്മളൊന്നുമല്ലാതായി മാറുന്നു. അള്ളാഹു എന്ന് പറയുന്ന സത്യം ബാക്കിയാവുന്നു. അതായത് ഞാനെന്ന് പറയുന്ന ബോധം, നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ആ ബാങ്കുളി കേൾക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ട ബോധം എന്ന് പറയുന്നത് നമസ്കാരത്തിലേക്കാണ് നമ്മളെ ക്ഷണിക്കുന്നത്, നമ്മളെ വിജയത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. അവിടുന്നാണ് വിശ്വാസിയുടെ പുതിയ ഒരു പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. ബാങ്കുളി കേൾക്കുമ്പോൾ പണികൾ നിർത്തുന്നു, ബാക്കിയുള്ള സമയം നമസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നു. നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നു, സുഗന്ധങ്ങൾ പൂശുന്നു, വീട്ടിൽ നിന്ന് തന്നെ വുളു എടുക്കുന്നു,
പറ്റുമെങ്കിൽ 2 റക്അത്ത് വീട്ടിൽ തന്നെ നമസ്കരിക്കുന്നു. ഇതിനൊക്കെയും ഹദീസുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോത്തിനും പുണ്യമായ ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ തന്നെ നിസ്കരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു വരുന്നതിനെക്കുറിച്ച് ഹദീസുകളുണ്ട്. ആ നടക്കുന്ന ഓരോ സ്റ്റെപ്പിനും പുണ്യങ്ങൾ വിശദീകരിക്കുന്ന ഹദീസുകളുണ്ട്. അതായത് വണ്ടിയിൽ വരേണ്ടതില്ല എന്നല്ല. എന്നതിൻ്റെ അർത്ഥം ആ എടുക്കുന്ന ഓരോ എഫർട്ടിനും, പള്ളിയിലേക്കുള്ള ഓരോ സ്റ്റെപ്പിനും, ഓരോ എഫർട്ടിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യം തരുന്നു എന്നാണ് ഹദീസുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നല്ല വസ്ത്രം, കാരണം നമസ്കാരത്തിലേക്കുള്ളൊരു പ്രിപ്പറേഷനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്ത് പറയുന്നത് ഒന്ന് മൈൻഡിൻ്റെ പ്യൂരിറ്റിയാണ്. നമ്മുടെ നിയ്യത്ത് പ്രധാനമായി വരുന്നു. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. നമ്മൾ നമസ്കരിക്കാൻ പോകുന്നത് പടച്ചവൻ്റെ വസതിയിലേക്കാണ്, പള്ളിയിലേക്കാണ്. അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ മൈൻഡ് ഡൈവേർട്ട് ആവാൻ പാടില്ല എന്നാണ് എൻ്റെ അർത്ഥം. നിയ്യത്തുണ്ടാവുക. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ശരീരത്തെയും ഒരു സിംബോളിക്കായ ഒരു ആക്ഷനാണ് വുദു. നമുക്കറിയാം, ഒരു വുദു എടുത്തോടി ശരീരം മുഴുവൻ പ്യൂരിഫൈഡ് ആവുന്നില്ല, ശുദ്ധീകരിക്കപ്പെടുന്നില്ല. അതൊരു സിംബോളിക്കായ ഒരു ആക്ഷനാണ്. കാരണം പരിശുദ്ധ ഖുർആൻ തന്നെയും വെള്ളമില്ലെങ്കിൽ തയമ്മും ചെയ്യാൻ പറഞ്ഞു, മണ്ണുകൊണ്ട് ചെയ്യാൻ പറഞ്ഞു. വെച്ചാൽ മണ്ണുകൊണ്ട് എങ്ങനെയാണ് ശുദ്ധീകരിക്കപ്പെടുക? അതൊരു സിംബോളിക്കായ ഒരു ആക്ഷൻ എന്ന നിലയിലാണ്. പ്രത്യക്ഷമായ ശരീരത്തിൽ പ്രകടമാവുന്ന അവയവങ്ങൾ എന്ത് ചെയ്യുന്നു? അത് ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അതോടുകൂടി മൈൻഡും എന്താവുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളെടുക്കുന്ന ഓരോ വുദൂവിൻ്റെ ഓരോ തുള്ളിയിൽ നിന്നും ഓരോ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്നാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് വീഴുന്ന ഓരോ പാപങ്ങളിൽ നിന്നും അല്ലാഹു പുറത്തു തരുമെന്നാണ്. പരലോകത്തിൽ വിചാരണയ്ക്കെത്തുമ്പോൾ നമസ്കരിക്കുന്നവർ പ്രത്യേകം പ്ലസൻഫുള്ളാവും, പ്രകാശപൂരിതമായിരിക്കും എന്ന് പറയുന്ന ഹദീസുകളുണ്ട്. കാരണം വുദു എടുത്തതിൻ്റെ ഭാഗമായി അവർ കൈയും കാലും മുഖവുമെല്ലാം തിളങ്ങി നിൽക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് ഹദീസുകൾ വിശദീകരിക്കുന്നത് കാണാം. അപ്പോൾ ആ ഒരു തിളക്കത്തോടു കൂടി, കാരണം നൂർ എന്നത് വിശ്വാസിയുടെ ജീവിതത്തിലും ചിന്തയിലും പ്രകടനത്തിലും എല്ലാം ഉണ്ടാവേണ്ട ഒരു ആശയമായി ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നൂർ, ഈ നൂറിനെ തന്നെ വിശദീകരിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെയും വുദു എടുക്കുന്നത് അങ്ങനെ ഒരു കാറ്റഗറിയെ തന്നെ ഹദീസുകൾ വിശദീകരിക്കുന്നത് കാണാം. അതോടുകൂടി മൈൻഡിൻ്റെയും ശരീരത്തിൻ്റെയും പ്യൂരിറ്റിയോടുകൂടി, പിന്നെ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട്, കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളല്ല, വേണ്ട രീതിയിൽ ശരീരം മറച്ചുകൊണ്ട് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളിയിലേക്കുള്ള ഓരോ കാൽവെപ്പുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യം പറയുന്നു. പള്ളിയിൽ എത്തിക്കഴിയുമ്പോൾ നമ്മളോട് പറയുന്നു എന്താണ്? അല്ലാഹു മഫ്തഹ്ന അബുവാബ റഹ്മത്തിക്ക്, പടച്ചവനെ നിൻ്റെ റഹ്മത്തിൻ്റെ വാതിലുകൾ നീ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്നുള്ള പ്രാർത്ഥനയാണ് പള്ളിയിലേക്കുള്ള സ്റ്റെപ്പിൽ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്നത്. പള്ളിയിലേക്ക് എത്തുന്നു, നമ്മൾ അവിടെ പള്ളിയെ സ്വാഗതം ചെയ്തുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കുന്നത് കാണാം. പിന്നെ അതിനുശേഷം റവാത്തിബ് സുന്നത്തുകളെക്കുറിച്ച് വേറെയും നമുക്കറിയാം. ഓരോ നമസ്കാരം എവിടേക്കാണ് സുന്നത്തുകൾ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ നമസ്കരിക്കുന്നു. അതായത് ഫർളായ നമസ്കാരത്തിന് മുമ്പ് പോലും നമ്മളുടെ വിശ്വാസത്തിനെ നമ്മൾ ഉറപ്പിക്കുവാൻ വേണ്ടി എക്സ്ട്രാ വർക്ക് ചെയ്യുകയാണ് ഓരോ നമസ്കാരങ്ങളിലൂടെയും. അതോടുകൂടി നമ്മൾ കൂടുതൽ എന്താവുന്നു? കൂടുതൽ അനുസരണയുള്ള അടിമയായി മാറുന്നു എന്നാണ് എൻ്റെ അർത്ഥം. പള്ളി അഭിസംബോധന ചെയ്യുന്നു. അതിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ച നമസ്കാരങ്ങൾ വേറെയും നമ്മൾ ചെയ്യുന്നു. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പുണ്യങ്ങൾ കൂടുന്നു. എന്നിട്ടാണ് ഇതെല്ലാം ഈ ബാങ്ക് വിളി കേട്ടു അതിൻ്റെ മറുപടിയോട് തുടങ്ങി പള്ളിയിലെത്തുന്നവരെയും എത്ര പുണ്യങ്ങളാണ് ഒരു വിശ്വാസി നേടിയെടുക്കുന്നത്. പള്ളിയിലെത്തിയതിന് ശേഷവും നമസ്കാരത്തിന് മുമ്പും വേറെയും എത്ര പുണ്യങ്ങളാണ് ഒരു വിശ്വാസി നേടിയെടുക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ നമസ്കാരത്തിലേക്ക് എത്തുന്നത്. ആ നമസ്കാരത്തിൻ്റെ ഓരോ ആക്ഷനും ഓരോ പ്രാധാന്യമുള്ളതാണ്. കൈകെട്ടുമ്പോൾ നമ്മൾ തക്ബീർ മുഴക്കുന്നു, അവിടെയും നമ്മൾ ഒന്നുമല്ലാതാവുന്നു, അള്ളാഹു മാത്രം വലിയവനായി മാറുന്നു. അതിനുശേഷം നമ്മൾ വജ്ഹത്ത് ദുആൽ ഇഫ്തിതാഹ് എന്ന് വിളിക്കപ്പെടുന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നു. അവിടെ നമ്മൾ പറയുന്നു ഇന്ന സ്വലാത്തി വനുസുക്കി വ മഹ്യായ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ പ്രാർത്ഥനയുടെ പ്രധാന ഭാഗം അതാണല്ലോ. എൻ്റെ ജീവിതവും മരണവും എൻ്റെ ആരാധന കർമ്മങ്ങളും എൻ്റെ എല്ലാ ഇബാദത്തുകളും പടച്ചവനെ നിനക്കുള്ളതാണെന്ന് പറയുന്ന പ്രതിജ്ഞ നമ്മൾ ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സുന്നത്തായിട്ടാണ് പഠിപ്പിച്ചതെങ്കിലും സുന്നത്തായ പ്രാർത്ഥനയിൽ പോലും നമ്മൾ ഫാത്തിഹയിൽ ഉണ്ടാവുന്ന പ്രതിജ്ഞയ്ക്ക് മുമ്പ് മറ്റൊരു പ്രതിജ്ഞ ചെയ്യുകയാണ്. അതിലൂടെ നമ്മൾ പ്രതിജ്ഞ ചെയ്യുകയാണ്, പടച്ചവനെ എൻ്റെ ഇന്ന സ്വലാത്തി വനുസിക്കി, എൻ്റെ ബലികളും എൻ്റെ സബ്മിഷൻസും എൻ്റെ എല്ലാം എൻ്റെ ആരാധനകളും എൻ്റെ നമസ്കാരവും, ഇപ്പോൾ മഹ്യായ മമാത്തി, എൻ്റെ ജീവിതവും എൻ്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ നിനക്കുള്ളതാണെന്നാണ് നമ്മളവിടെ ഒരു കരാർ ചെയ്യുകയാണ്. അതിനുശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫാത്തിഹയില്ലാതെ നമസ്കാരമില്ല എന്ന്. കാരണം ഫാത്തിഹയുടെ പ്രത്യേകത നമുക്കറിയാം. ഫാത്തിഹ ആദ്യം മുതൽ അവസാനം വരെയും
ഏറ്റവും ഖുർആനിലെ ഉമ്മുൽ ഖുർആൻ എന്ന് പരിചയപ്പെടുത്തിയ, ഖുർആനിൻ്റെ ഉമ്മ, കേന്ദ്രം, എപ്പിസെൻ്റർ എന്ന് പരിചയപ്പെടുത്തിയ, അസാസുൽ ഖുർആൻ, ഖുർആൻ്റെ അടിസ്ഥാനം എന്ന് പരിചയപ്പെടുത്തിയ, ഫാത്തിഹ, ഖുർആനിൻ്റെ ഫാത്തിഹ, ആമുഖം എന്ന് പരിചയപ്പെടുത്തിയതാണല്ലോ സൂറത്തുൽ ഫാത്തിഹ. അവിടെ അള്ളാഹു ആരാണെന്നും എല്ലാ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടാവേണ്ടത് അള്ളാഹുവിൻ്റെ പേരാണെന്നും നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിലൂടെ പറയുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനിലൂടെ അള്ളാഹുവിന് സകല ലോകങ്ങളുടെയും റബ്ബായ, അതായത് വിശ്വാസം ചെയ്യുന്നത് ഞങ്ങളുടെ റബ്ബ് എന്ന നിലയിലാവരുത്. വിശ്വാസി തൻ്റെ ഇബാദത്ത് നിർവഹിക്കുമ്പോൾ പോലും അവൻ ഉണ്ടാവേണ്ടത് ഇത് ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിന് ഹംദാണ് കൊടുക്കേണ്ടത്. ഇസ്ലാമിൻ്റെയോ വിശ്വാസികളുടെയോ മുസ്ലിങ്ങളുടെ റബ്ബായ അള്ളാഹുവിനല്ല. അതുകൊണ്ടാണ് സൂറ ഫാത്തിഹ അവിടെ നിർബന്ധമാക്കപ്പെടുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു വിശ്വാസിക്ക് നമ്മൾ അള്ളാഹുവിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? റഹ്മത്താണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീമും പിന്നെ മൂന്നാമതായത്തിൽ അർ റഹ്മാൻ റഹീമും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. നമ്മൾ ഒരു വിശ്വാസി, പടച്ചവനെ ഞാൻ നിൻ്റെ മുന്നിൽ മുനാജാത്തിനാണ് വന്നത്, രഹസ്യ സംഭാഷണത്തിനാണ് വന്നത്. കാരണം നമസ്കാരത്തെക്കുറിച്ച് പറയുന്നത് ഒരു വിശ്വാസി നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിനോട് രഹസ്യം വർത്തമാനം പറയുന്നു. ഖുർആൻ നമ്മൾ ഓതുമ്പോൾ അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നു, നമസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിനോട് സംസാരിക്കുന്നു എന്നാണ്. ഈ തരത്തിലൊരു മുനാജാത്താണ് നമസ്കാരത്തിൽ സംഭവിക്കുന്നത്, രഹസ്യ സംഭാഷണമാണ് നമസ്കാരത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ അള്ളാഹുവിനോട് നമ്മൾ കരുണ തേടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സൂറ ഫാത്തിഹയിലെ സൂറ ഫാത്തിഹ 17 തവണ ഒരു വിശ്വാസി 5 വഖ്ത് നമസ്കാരങ്ങളുടെ നിർബന്ധമായും ചൊല്ലുന്നു. ബാക്കി നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ വേറെയും എണ്ണാം. ആ 17 തവണയും നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം നമ്മൾ അള്ളാഹുവിനോട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നിർബന്ധിതമായ ഒരു പ്രതിജ്ഞ ചെയ്യുന്നു. മറ്റത് സുന്നത്തായ പ്രതിജ്ഞയായിരുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, പടച്ചവനെ നിനക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യുള്ളൂവെന്നും നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം ചോദിക്കുള്ളൂ എന്ന് പറയുന്ന ഒരു നിർബന്ധിതമായ പ്രതിജ്ഞ നമ്മൾ അവിടെ ചെയ്യുന്നത് കാണാം. അതിനുശേഷമാണ് നമ്മൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ എന്ന് പറയുന്ന ഭാഗം നമ്മൾ ചൊല്ലുന്നത്. അവിടെ എന്താ നമ്മൾ പറയുന്നത്? പടച്ചവനെ നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ ആരൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചത്? അംബിയാ മുർസലീങ്ങൾ, സാദിഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ. ഇവരുടെ വഴിയിൽ പടച്ചവനെ നീ ഞങ്ങളെ ആക്കണമേ എന്ന് നമ്മളവിടെ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, നിൻ്റെ കോപത്തിനിരയായവരുടെയോ നിൻ്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിയവരുടെയോ വഴിയിലല്ല എന്ന് പറയുന്നത്. അതായത് ഖുർആൻ മുഴുവനും സൂറ ഫാത്തിഹയിലേക്ക് ഒതുങ്ങുന്നത് കാണാം. ഖുർആൻ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. നല്ല വഴിയിൽ പോയവരെയും തെറ്റായ വഴിയിൽ പോയവരുടെയും ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അതിന് മുഴുവൻ ചുരുക്കിക്കൊണ്ട് സൂറ ഫാത്തിഹയിൽ നമ്മളെ ബോധിപ്പിക്കുകയാണ്. അവിടെ ആ ഫാത്തിഹ നമ്മൾ 17 വട്ടം നിർബന്ധമായും നമ്മൾ നമസ്കാരത്തിലൂടെ ചൊല്ലുന്നു. അതായത് ശരിയായ വഴിയിൽ മാത്രമേ പടച്ചവനെ ഞങ്ങളെ നയിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ പറയുന്നു. ഇത് ഞാൻ പറയുന്നത് നമ്മൾ ഒരു ഫാത്തിഹയുടെ വർത്തമാനം മാത്രമാണ്. പിന്നെ അടുത്തതിലേക്ക് റുക്കൂവിൻ്റെ കാര്യം നമ്മൾ നേരത്തെ വിശദീകരിച്ചിരുന്നു. അതിനുശേഷം ഇഅ്തിദാൽ പറയുന്നു, അള്ളാഹുവിന് നമ്മൾ അവിടെ ഹംദ് ചൊല്ലുന്നു. സുജൂദിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. നമ്മുടെ ഏറ്റവും മോശമായ സാഹചര്യത്തിൽ അത്യുന്നതനായ അള്ളാഹുവിന് നമ്മൾ സ്തുതിക്കുന്നു. അവിടെ ആ 2 സുജൂദിനിടയിലുള്ള ഇരുത്തത്തിലോ അല്ലാഹു മഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹദിനി വആഫിനി 7 പ്രധാന പ്രാർത്ഥനകൾ നമ്മളോട് ചെയ്യുന്നു. പടച്ചവനെ നീ ഞങ്ങൾക്ക് കരുണ നൽകണമേ, ഞങ്ങളോട് പൊറുക്കണമേ, ഞങ്ങളുടെ ന്യൂനതകൾ നീ പരിഹരിക്കണമേ, ഞങ്ങൾക്ക് നീ വിട്ടുവീഴ്ച ചെയ്ത് തരണമേ, ഞങ്ങൾക്ക് നീ സൗഖ്യം തരണമേ എന്ന് നിരന്തരം നമ്മൾ 7 പ്രാർത്ഥനകളാണ് ആ ഇടയിലുള്ള ആ ഇരുത്തത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. വീണ്ടും നമ്മൾ സുജൂദിൽ പോകുന്നു. ഇത് നമ്മൾ വീണ്ടും 4, 3, 2 പ്രാവശ്യം പല വക്കത്തുകളായി നമ്മളത് ആവർത്തിക്കുന്നു. ആലോചിച്ച് നോക്കുക, ഇത് നിരന്തരം പ്രാർത്ഥിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എത്രത്തോളം എഫക്റ്റ് ഉണ്ടാവേണ്ടതാണ്. അത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ തശഹുദിൽ ഇരിക്കുന്നുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തഹിയാത്തും അതുപോലെ തന്നെ സ്വലാത്തും നമ്മളെ പ്രത്യേകം പഠിപ്പിച്ചു. അള്ളാഹുവിനോട് തിരുമുൾ കാഴ്ചകൾ എന്നാണ് അർത്ഥം. അള്ളാഹുവിന് മുമ്പിൽ നമ്മളെല്ലാം വെക്കുന്നതാണ് അത്തഹിയാത്തു വൽ മുബാറകത്തു സ്വലവാത്തു ലില്ലാഹി എന്ന് പറയുന്ന പ്രാർത്ഥന. എല്ലാം പടച്ചവന് മുമ്പിൽ സമർപ്പിക്കുന്നതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ വിശ്വാസിയും ഫർളായ നമസ്കാരത്തിലാണെങ്കിലും സുന്നത്തായ നമസ്കാരത്തിലാണെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യകത എന്താണ്?
നബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നവരാണ്. പക്ഷേ അതുമാത്രം പോരാ, ഫർളായ നമസ്കാരത്തിലും എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നൊരു ബോധം എനിക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ വിശ്വാസിയോടും 14 നൂറ്റാണ്ടുകൾക്കിപ്പുറം ഇനി യൗമുൽ ഖിയാമ വരുന്ന കാലം വരെയും ഓരോ വിശ്വാസിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി മാറ്റി തീർത്തു. അതാണ് നമ്മൾ സ്വലാത്തിലൂടെ ചെയ്യുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് പ്രാർത്ഥന നമ്മളോട് പഠിപ്പിച്ചത്? ബാരിക് അലാ മുഹമ്മദ് വഅലാ അലി കമാ ബാറക്ത അലാ ഇബ്രാഹിമ വഅലാ അലി ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനും കുടുംബത്തിനും പടച്ചവനെ നീ അനുഗ്രഹം ചുരുത്തിയ പോലെ എനിക്കും തരണമെന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതെന്നാണ് നബി നമ്മളോട് പറയുന്നത്. കാരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമായിരുന്നു. നബിക്ക് ഒരു മകനുണ്ടായിരുന്നു, ആ മകൻ്റെ പേര് ഇബ്രാഹിം എന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ മില്ലത്ത് പിൻപറ്റാനല്ല പറഞ്ഞത്, ഇബ്രാഹീമിൻ്റെ മില്ലത്ത് പിൻപറ്റാനാണ് പറഞ്ഞത്. ഇബ്രാഹീമിൻ്റെ വഴി, അതാണ് എൻ്റെ വഴി. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാം യഹൂദർക്കും ക്രിസ്ത്യാനികൾക്കും അന്ന് ജാഹിലുകളായ കാഫറുകളായ അറബികൾക്ക് പോലും പ്രധാനപ്പെട്ട ആളായിരുന്നു. എല്ലാവരെയും ഒരേ ആശയത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ പറ്റുന്ന ഏറ്റവും മൂലബിന്ദു എന്ന് പറയുന്നത്, ഒരു ഫോക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആയിരുന്നു. എല്ലാവരെയും ഒരേ ആശയത്തിലേക്ക് കോർത്തിണക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിന് കഴിയുമായിരുന്നു. അതുകൊണ്ടും കൂടിയാവാം ഒരുപക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്താണോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് എങ്ങനെയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അതുപോലെയാണ് എനിക്കും പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമുക്ക് നമസ്കാരത്തിലുള്ളത്. അവസാനമുള്ള ദുആയിലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും നമ്മൾ മുന്ന് ചെയ്തതും ഇനി ചെയ്യാൻ പോകുന്നതുമുള്ള എല്ലാ കുറ്റങ്ങളിൽ നിന്നും പഠിച്ചുകൊണ്ട് ഞങ്ങൾ രക്ഷിക്കണമേ എന്നാണ് നമ്മൾ അവസാന ദുആയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഈ നമസ്കാരം മുഴുവൻ ഒരു പ്രാർത്ഥനയായി മാറുന്നത്. അതുകൊണ്ടാണ് സ്വലാത്തിന് ദുആ എന്നുള്ളൊരു അർത്ഥം കൂടി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. നമസ്കാരം തന്നെ നമ്മൾ അള്ളാഹുവിനോട് അങ്ങോട്ട് ആവശ്യപ്പെടുന്നതാണല്ലോ നമസ്കാരം. അതുകൊണ്ടാണ് നമസ്കാരത്തിൽ ആദ്യം മുതൽ അവസാനം വരെയും ദുആകളുള്ളത്, തസ്ബീഹുകളുള്ളത്. അവിടെയാണ് നമസ്കാരം ഒരു പേഴ്സണലായി നമ്മൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആവശ്യങ്ങൾ രീതിയിൽ ഒരുപാട് പ്രാർത്ഥനകൾ ചേർക്കാം, ഒരുപാട് ദുആകൾ വേറെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ ഒറ്റയ്ക്കാണെങ്കിൽ ദീർഘമുള്ളതാക്കാം, നമുക്ക് ആവശ്യങ്ങൾ കരയാം, നമസ്കരിക്കുന്നവർ കരയുമെന്ന് പറയുന്ന രീതിയിൽ ഒരുപാട് പറയുന്നുണ്ട്. നമസ്കാരത്തെ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങൾക്ക് ഹൃദയശാന്തി വേണമോ, അത് എന്നെ സ്മരിക്കുന്നതിലൂടെയാണ്. അള്ളാഹുവിനെ സ്മരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാന 2 ഘടകങ്ങൾ, ഒന്ന് ഖുർആൻ പാരായണവും മറ്റൊന്ന് നമസ്കാരവുമാണ്. നമസ്കാരത്തിൽ ഖുർആൻ പാരായണവും അത് ഉൾപ്പെടുന്നതാണ്. നമസ്കരിക്കുന്നവൻ ഏറ്റവും ശാന്തിയുള്ളവനായി മാറുന്നു. അതുകൊണ്ടാണ് ശാന്തിയുള്ള മനസ്സിനെ, സമാധാനമുള്ള മനസ്സിനെ ഇബ്ലീസിന് സമീപിക്കാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് സ്വാലിഹായ എൻ്റെ അടിമകളെ ഇബ്ലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത്. ആ സ്വാലിഹിൻ്റെ വഴിയിലേക്കാണ് ഞങ്ങൾ പോവേണ്ടത്. നമ്മൾ സൂറ ഫാത്തിഹയിൽ പ്രാർത്ഥിക്കുന്നത് ഇബ്ലീസിൽ നിന്ന് രക്ഷപ്പെടണോ, എന്നാൽ നമസ്കാരം നിലനിർത്തണം. പക്ഷേ ഏത് തരത്തിലുള്ള ആവണം, അതൊരു പുറം കാഴ്ചയുള്ള നാട്ടുകാരെ കാണിക്കുന്ന രീതിയിലാവരുത്. നമസ്കാരം നമ്മളെ മാറ്റാൻ പറ്റുന്നതാവണം. അതുകൊണ്ടാണ് ഈ ഷുഐബ് നബി അലൈഹി ഇസ്ലാമിനെ പോലുള്ള പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ നമസ്കാരം ഒരു പ്രധാന വിഷയമായി അവിടെ പരാമർശിക്കുന്നത് നമുക്ക് കാണാം. അതായത് ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. കാലു, അവർ ചോദിച്ചു യാ ഷുഐബ് അസലാത്തുക തഅമുറുക അൻ നത്രുക മാ യഅബുദു ആബാഉനാ, നിന്റെ നിസ്കാരമാണോ ഞങ്ങളുടെ വാപ്പപ്പന്മാർ ചെയ്തതിൽ നിന്ന് തടയുന്ന, ഞങ്ങളെ വാപ്പപ്പന്മാർ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് ഞങ്ങളെ തടയാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് നിന്റെ നിസ്കാരമാണോ? ഔ അൻ നഫ്അല ഫി അംവാലിനാ മാ നശാ, ഞങ്ങൾക്ക് തോന്നും വിധം ഞങ്ങളുടെ സമ്പത്തിന് ഞങ്ങൾക്ക് തോന്നും വിധം ചെയ്യുന്നതിൽ നിന്നെ തടയുന്നത്, നീ തടയാൻ ഞങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ടല്ലോ, അത് നിന്നെ പ്രേരിപ്പിക്കുന്ന നിൻ്റെ നമസ്കാരമാണോ എന്ന് ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹം അദ്ദേഹത്തോട് ചോദിച്ചു. അതായത് ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിന് പ്രധാനപ്പെട്ട പ്രത്യേകത എന്തായിരുന്നു? സാമ്പത്തിക മേഖലയിലുള്ള അരാജകത്വത്തെ, അനാർക്കിയെ കൈകാര്യം ചെയ്യാനായിരുന്നു പ്രധാനമായും ഷുഐബ് നബി അലൈഹി ഇസ്ലാം ശ്രമിച്ചതെന്നാണ് ഖുർആൻ പരാമർശിക്കുന്നത്. അതുകൊണ്ടാണ് അവർ രണ്ടാമത് ഈ കാര്യം എടുത്ത് പറയണത്. അവർ പറയണത് ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങൾക്ക് തോന്നും വിധം ചെയ്യുന്നതിൽ നിന്ന് അത് നീ എതിർക്കാൻ കാരണം നിൻ്റെ നമസ്കാരമാണോ എന്ന് ഷുഐബ് നബി ചോദിച്ചത് ഇക്കാരണത്താലാണ്.
അത് മാത്രമല്ല അവർ ഷിർക്കും ചെയ്തിരുന്നു. ആ ഷിർക്കിൻ്റെ പ്രധാന ഘടകം അവർ പറഞ്ഞു, ഞങ്ങളുടെ വാപ്പാപ്പന്മാർ ചെയ്തു വന്ന രീതികളിൽ നിന്ന് ഞങ്ങളെ തടയാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് നിൻ്റെ നമസ്കാരമാണോ എന്നും അവർ ചോദിച്ചത് ഈ രണ്ട് കാരണം. ഷിർക്ക് കാരണം അള്ളാഹുവിന് കൊടുക്കേണ്ടത് അത് അള്ളാഹുവിന് മാത്രമാവണം, വേറെ ആർക്കും പങ്കുകൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ സൂറത്തുൽ മാഊനിൽ പറഞ്ഞത് മുനാഫിക്കുകൾ നാട്ടുകാർക്ക് കൊടുക്കുന്നവരാണ്. അല്ലദീനഹും യുറാഊൻ, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവരാണ്. വിശ്വാസിയോ ഫസല്ലി ലിറബ്ബിക്, നിൻ്റെ റബ്ബിന് വേണ്ടിയിട്ടാണ് നിസ്കരിക്കേണ്ടതെന്ന് സൂറ കൗസറിലും പഠിപ്പിക്കുന്നു. ഈ രണ്ട് സൂറത്തുകൾ മാഊൻ എന്ന് പറയുന്നത് മുനാഫിക്കിൻ്റെയും അല്ലെങ്കിൽ സത്യനിഷേധിയുടെയും ഉപമകൾ വിശദീകരിക്കുന്ന സൂറത്താണെങ്കിൽ സൂറത്തുൽ കൗസർ ശരിയായി നമസ്കരിക്കുന്ന ഒരു വിശ്വാസിയെ വിശദീകരിക്കുന്ന സൂറത്താണ്. അതായത് നമ്മുടെ ഏറ്റവും ഉന്നതമായ സന്തോഷം നിറഞ്ഞ സാഹചര്യത്തിൽ പോലും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ശുക്രിൻ്റെ നമസ്കാരത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ, സമ്പത്ത് കിട്ടുമ്പോൾ, ഐശ്വര്യങ്ങൾ കിട്ടുമ്പോൾ, സൗഭാഗ്യം കിട്ടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ കുമ്പിടുകയാണ്. ഞാൻ ഒന്നുമല്ല എന്ന് പറയുന്ന വികാരവും വിചാരമാണ് നിങ്ങൾക്കുണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇന്ന ആതൈനാക്കൽ കൗസർ, നബിയെ താങ്കൾക്ക് നാം ഒരുപാട് നൽകിയിരിക്കുന്നു, കൗസർ നൽകിയിരിക്കുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഫസല്ലി ലിറബ്ബിക വൻഹർ, അള്ളാഹുവിൻ്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അത് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുക എന്ന രീതിയിലാണ് പറഞ്ഞത്. അതായത് ഒരു വിശ്വാസിയുടെ ഏറ്റവും ഉന്നതമായ രീതിയിലും അവൻ അള്ളാഹുവിനോട് നന്ദിയുള്ളവനാവുക. ആ നന്ദിയുടെ ഏറ്റവും റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അത് നമസ്കാരമായി മാറുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞല്ലോ നമസ്കാരത്തിൻ്റെ ഈ ഒരു രീതിയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ നമ്മളുടെ സോഷ്യൽ എൻഗേജ്മെൻറ്റിൽ നമസ്കാരം അത് പ്രതിഫലിക്കുന്നില്ലെങ്കിൽ നമസ്കാരമല്ലാതായി മാറുന്നു. അതുകൊണ്ടാണ് ഷുഐബ് നബി അലൈഹി ഇസ്ലാമിനോട് അവരിങ്ങനെ ചോദിച്ചത്, ഞങ്ങൾ ഈ ഷിർക്ക് ചെയ്യുന്നത് നിന്നെ തടയുന്നതിൻ്റെ നിസ്കാരമാണോ? ഞങ്ങൾക്ക് തോന്നിയ പോലെ ഞങ്ങളുടെ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ അത് തടയാൻ വരുന്നത് നിന്നെ പ്രേരിപ്പിക്കുന്നതിൻ്റെ നിസ്കാരമാണോ? നമ്മളോട് ആരെങ്കിലും അങ്ങനെ ചോദിക്കാറുണ്ടോ? നമ്മൾ തന്നെ നമസ്കാരത്തെക്കുറിച്ച് സ്വയം എൻകറേജ്ഡ് ആണോ എന്നതൊരു ചോദ്യം വരുന്നു. സ്വന്തം എത്രത്തോളം നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള ചോദ്യം വരുന്നു. അപ്പോഴാണല്ലോ മറ്റൊരാളെക്കുറിച്ചുള്ള വർത്തമാനം വരുന്നത്. കൂടെയുള്ളവനോട് നമസ്കരിക്കണമെന്ന് പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? കാരണം വത്തവാസോബുൽ ഹഖ് വത്തവാസോബുൽ സബർ എന്ന് പറയുന്ന ആ കാര്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മറ്റൊരുത്തൻ്റെ ബാധ്യതയെക്കുറിച്ചും അവകാശത്തെക്കുറിച്ചും പരസ്പരം ബോധിപ്പിക്കുന്നവരാണ് വിശ്വാസികളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സ്വയം നമസ്കാരത്തെക്കുറിച്ച് ബോധമുള്ളവരും മറ്റൊരാളുടെ ബാധ്യതയെക്കുറിച്ച് ബോധിപ്പിക്കുന്നവരുമാണ് വിശ്വാസികൾ. അവരെ വിജയിക്കുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അസ്റിൽ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അത് ഏതെങ്കിലും സോഷ്യൽ എൻഗേജ്മെൻറ്റിനെ കുറിച്ച് മാത്രമല്ല, ആരാധനാ കർമ്മങ്ങളിലെ സൂക്ഷ്മതയും കൂടി കുറിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പരാമർശിക്കുന്നത്. ഈ തരത്തിൽ നമ്മുടെ സാമൂഹിക ഇടപെടലുകളെ, നമ്മുടെ പൊതുവായ കാര്യങ്ങളിൽ സൂക്ഷ്മത വരുത്തുവാൻ നമസ്കാരം നമ്മെ സഹായിക്കുന്നില്ല എങ്കിൽ നമസ്കാരം അത് ശരിയല്ലാതായി മാറുന്നു. അതുകൊണ്ടാണ് ഇന്ന സ്വലാത്ത് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന് പറഞ്ഞത്. തിന്മകളിൽ നിന്ന് നമ്മളെ നമസ്കാരം തടയുന്നില്ല എങ്കിൽ, സദാചാര വിരുദ്ധമായ ഇമ്മോറലായ ആക്ടിവിറ്റീസിൽ നിന്ന് നമസ്കാരം നമ്മെ തടയുന്നില്ല എങ്കിൽ നമ്മുടെ നമസ്കാരത്തിനും നമ്മുടെ ബാക്കിയുള്ള റിച്വൽസിനും എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഈ ഒരു ആശയം നമ്മുടെ ജീവിതത്തിൽ നമസ്കാരം ഉണ്ടാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നവനെ നന്ദിയുള്ളവനായി പരിചയപ്പെടുത്തിയത്. നമസ്കാരം നിലനിർത്താത്തവനെ കുഫറിലേക്കുള്ള യാത്ര ചെയ്യുന്നവനായി പരിചയപ്പെടുത്തിയത് അതുകൊണ്ടാണ്. കാരണം നമസ്കാരം കുഫറെന്ന് പറയുന്നത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത അല്ലെങ്കിൽ അപ്പുറത്തു നിർത്തുന്ന ഒരാശയമാണ്. അതിനെ കണക്ട് ചെയ്യുന്ന ബാക്കിയുള്ള ഇബാദത്തുകളെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത് നമസ്കാരമാണ്. അത്രത്തോളം സീരിയസ് ആയ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓരോ നമസ്കാരത്തിൻ്റെയും അതിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് പറയുന്നത് കാണാം. ഇശാ നിസ്കാരത്തിന് പള്ളിയിൽ വരാത്തവൻ്റെ വീട് കത്തിച്ച് കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന രീതിയിൽ പോലും റിപ്പോർട്ടുകളുണ്ട്. എന്ന് വെച്ചാൽ കത്തിച്ച് കളയാനല്ല, ആ ഒരു സീരിയസ്നെസ്സിനെ ബോധിപ്പിക്കുന്ന ഹദീസുകളുണ്ട്. അസർ നമസ്കാരത്തിന് പള്ളി വരാത്തവനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശിക്കുന്നത് കാണാം. സുബഹി നമസ്കാരത്തിന് പള്ളി വരാത്തവനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശിക്കുന്നത് കാണാം. കാരണം അസർ നിസ്കാരം നമ്മൾ ക്ഷീണം കഴിഞ്ഞിട്ടുള്ള നിസ്കാരമാണ്. അത് ഉറങ്ങിപ്പോയാൽ അത് സൂക്ഷിക്കുക. ടൈമിനെ കുറിച്ചുള്ള ബോധം നമസ്കാരം നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ആ ബോധമില്ലാതാവുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ മറന്നു കളയുന്നു, നമ്മൾ ഒഴിവാക്കി കളയുന്നു. അതുകൊണ്ടാണ് നമസ്കാരത്തിൽ ഖളാ ഇല്ലാത്തത്.
അത് സമയത്ത് നിസ്കരിക്കേണ്ടതാണ്. സ്ത്രീകൾക്ക് മാത്രമേ അതിനുള്ള എക്സ്ക്യൂസുകളുള്ളൂ, ആണുങ്ങൾക്ക് അതിനുള്ള എക്സ്ക്യൂസുകളില്ല. കാരണം അതൊന്ന് ആലോചിച്ച് നോക്കുക. ഇസ്ലാം എന്ന് പറയുന്നത്, ഇസ്ലാമിൻ്റെ എല്ലാ 5 സ്തംഭങ്ങളും സമയവും അതുപോലെ തന്നെ ഒരാളുടെ മനസ്സും ശരീരവും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് തന്നിരിക്കുന്നത്. നമസ്കാരം പോലും അങ്ങനെ തന്നെയാണ്. ഒരു വിശ്വാസിയുടെ ശരീരം, മനസ്സ്, സമയം ഇതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ടാണ്. സമയം പരിഗണിച്ചുകൊണ്ട് ചുരുക്കാനും കൂട്ടാനും ജമ്മും കസറിനെ കുറിച്ച് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. ശരീരത്തെ പരിഗണിച്ചുകൊണ്ട് ഒഴിവാക്കാനും അതിന് റുഖ്സ, ഇളവ് വരുത്തുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളുടെ കാര്യത്തിൽ പ്രത്യേകം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വൃത്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എല്ലാം നമസ്കാരത്തോട് കണക്ട് ചെയ്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഒരാളെ ബുദ്ധിമുട്ടിക്കുവാൻ, നമസ്കരിച്ചുകൊണ്ട് ഒരാളെ ബുദ്ധിമുട്ടിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നില്ല. നമസ്കാരം അതുകൊണ്ടാണ് ഒരാളുടെ ശാരീരിക, മാനസിക സാഹചര്യ അതിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തിൻ്റെ നമുക്ക് ബോധിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ സുബഹിക്ക് അതികഠിനമായ ഉറക്കം വരികയും അങ്ങനെ ഉറങ്ങിപ്പോയെങ്കിൽ എഴുന്നേറ്റിട്ട് നിസ്കരിച്ചാൽ മതി എന്ന് പോലും റിപ്പോർട്ടുകളുണ്ട്, സഹിയായ റിപ്പോർട്ടുകളുണ്ട്. കാരണം എന്താണ്? ഉറങ്ങിപ്പോയാൽ ഓക്കെ, പിന്നെ അതിനുശേഷം നിസ്കരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെ ഉറങ്ങിപ്പോവാതിരിക്കാൻ സൂക്ഷിക്കണം എന്നുള്ളത് വേറെ റിപ്പോർട്ടുകൾ നമുക്കുണ്ട്. പക്ഷെ അങ്ങനൊരു മനുഷ്യ സഹജമായ കാര്യങ്ങളാൽ ഉറങ്ങിപ്പോയാൽ അതിനുശേഷം നിസ്കരിക്കുക എന്ന രീതിയിലാണ് പഠിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് ഒരു ഇബാദത്ത് കൊണ്ട്, നമസ്കാരം എന്ന് പറയുന്നത് ഇത്രയും വലിയ സീരിയസ് ആയ വിഷയമാണെങ്കിൽ പോലും ആ ഒരു ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന അനുസരണയുള്ള ഒരു അടിമയെ പ്രയാസപ്പെടുത്താൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല എന്നതും കൂടിയിട്ടാണ്. നമ്മൾ അത്രത്തോളം ഫ്ലെക്സിബിളായ ഒരു കൺസെപ്റ്റും കൂടാണ് നമസ്കാരത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഒരു ബോധം നമ്മളിൽ ഉണ്ടാവുക. ഇങ്ങനെയാണെങ്കിൽ ആ ഒരു തരത്തിലൂടെ നമുക്ക് വളരെ സിമ്പിളായി, വളരെ ലളിതമായി നമ്മൾ അള്ളാഹുവിനെ അടുത്തറിഞ്ഞ് ഇഷ്ടപ്പെട്ട് സ്വീകരിച്ച് നമസ്കരിക്കുന്നതും, നിർബന്ധപൂർവ്വം ആരോ പറഞ്ഞയച്ച് ഉന്തിത്തള്ളി പള്ളിയിലേക്ക് വിടുന്നതും അല്ലെങ്കിൽ മുസല്ലയിലേക്ക് പോകുന്നതും അത് രണ്ട് ഈമാനുകളാണ്. അത് നമുക്ക് സ്വയം തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത്? ഞാൻ എന്തിനാണ് നിസ്കരിക്കുന്നത്? ഈ നിസ്കാരം കൊണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം എന്താണ് എന്ന് പറയുന്ന ബോധങ്ങൾ നമുക്കുണ്ടാവണം. ഇതില്ല എങ്കിൽ ഇബാദത്ത് എന്ന്, നമസ്കാരം എന്ന് പറയുന്ന ആ ഇബാദത്ത് വെറും ഒരു ചടങ്ങായി മാത്രം പോകും. അങ്ങനെ മാറാൻ നമ്മൾ അനുവദിച്ചുകൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷിക്കട്ടെ. വാഖിദ് ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.